അമേരിക്കയെ പറ്റിയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെ പറ്റിയും നാട്ടിൽ രണ്ട് തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, ഇവിടെ വന്ന് കിട്ടിയാൽ മതി, വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണം പറിച്ചെടുക്കാം, ഇവിടെ മരത്തിൽ പണം കായ്ച്ചു നിൽക്കുന്നു. രണ്ടാമത്തേത്, ഇവിടെയുള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് 10-20 വർഷമൊക്കെ ആയി കഴിഞ്ഞ്, അല്ലെങ്കിൽ 10-30 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നവരെല്ലാം വലിയ പണക്കാരാണ് എന്നുള്ളത്. ഇത് രണ്ടും ശരിയല്ല, ഈ രണ്ടും അബദ്ധമാണ്, രണ്ട് അബദ്ധധാരണകൾ. ഒന്നാമത്തെ കാര്യം, ഇവിടെ പണം പറിച്ചെടുക്കുന്ന മരമൊന്നുമില്ല. ഇവിടെ വന്ന് നമ്മുടെ സായിപ്പിൻ്റെയോ അല്ലെ കറമ്പൻ്റെയോ ഒക്കെ അണ്ടറിൽ കഷ്ടപ്പെട്ട് പണിയെടുത്താലാണ് എന്തെങ്കിലും 4 കാശുണ്ടാവുക. പിന്നെ ആ കാശുണ്ടാവുന്നതിന് ഒരേ ഒരു ഗുണം, ആ കാശിന് അവിടെ ഇന്ത്യയിൽ വരുമ്പോൾ അതിന് വലിയ വിലയാണ്. $1 90 വെച്ച് കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം ഇരിക്കുന്നത്. അവിടെയാണ് വില ഉണ്ടാകുന്നത്. ഇവിടെ ഈ കിട്ടുന്ന പണത്തിന് ഇവിടുത്തെ അവസ്ഥയിൽ ഈ പറയുന്ന ജീവിച്ചു പോകാനുള്ള പണമാണ്. കുറച്ച് മിച്ചം ഉണ്ടാകുമായിരിക്കും. പിന്നെ രണ്ടുപേരും ജോലി ചെയ്യുകയാണെങ്കിൽ കുറേ തുക മിച്ചമാകും. അവർ അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വീടുകൾ വാങ്ങിയോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പണം ഉണ്ടാകും. അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് അതൊന്നും ഉണ്ടാവുകയുമില്ല. എന്ന് മാത്രവുമല്ല, ഇവിടെ ഈ ഇടത്തരം ശമ്പളം കിട്ടുന്നത് ഈ നേഴ്സിങ്ങോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ജോലികൾക്കാണ് ഒരുവിധപ്പെട്ട ഭേദപ്പെട്ട ശമ്പളം കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറ IT-ക്കാരും അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് മെച്ചപ്പെട്ട ശമ്പളം കിട്ടുന്നു, നല്ല ശമ്പളം കിട്ടുന്നു. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്ന IT-ക്കാർ, അത് നമ്മളിൽ പലരും, ഈ പഴയ കാലത്ത് ഇവിടെ വന്ന ആളുകളിൽ പലരും അവരെ അസൂയോട് നോക്കാറുണ്ട്. കാരണം അവർ വന്ന പാടെ വലിയ വീട് വാങ്ങുന്നു, വലിയ മുന്തിയ കാറുകൾ വാങ്ങുന്നു. അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ 20-30 വർഷമായാലും നമുക്കത് കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, മുൻകാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ വന്നവർ ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിരുന്നു. അതിനുശേഷം വന്ന ഒരു തലമുറ, അത് അവരുടെ ബന്ധുക്കളും അല്ലെങ്കിൽ അതുപോലെ വിസയിലുള്ള ഒക്കെ വന്ന ആളുകൾ, അവർ സാധാരണ ജോലിക്കാരെന്ന് പറഞ്ഞാൽ പല ഈ സർക്കാർ സർവീസിലും അതുപോലുള്ള കാര്യങ്ങളിലുമൊക്കെ ഇടത്തരം ശമ്പളം കിട്ടുന്ന ആളുകൾ, ഏറ്റവും ഉന്നതമായ ശമ്പളം കിട്ടുന്ന ആളുകളല്ല. എന്നാൽ കൂടി നമ്മുടെ ഒരു സമൂഹത്തിലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അധികം ജോലികൾ ചെയ്യുകയും ഏറ്റവും അധികം മാന്യമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ് മലയാളികൾ. കുറ്റകൃത്യങ്ങളും ഏറ്റവും കുറവുള്ള ഒരു സമൂഹം. അപ്പോൾ അത് നമ്മുടെ ഒരു മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പണമുണ്ടാവണമെങ്കിൽ ബിസിനസ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് ഗുജറാത്തികളും അങ്ങനെയുള്ള ആളുകളുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഒരു ഡങ്കിൻ ഡോണറ്റ്സ് അല്ലെങ്കിൽ അതുപോലുള്ള ഈ ഫ്രാഞ്ചൈസ് ഏതെങ്കിലും ഒരു കട നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ രാത്രി 2 മണിക്ക് എണീറ്റ് അവിടെ ഓരോ കാര്യങ്ങളും പിറ്റേ ദിവസം രാവിലത്തേക്കുള്ള കാര്യങ്ങൾ അവൻ ചെയ്യണം. അവൻ്റെ ആ ഫ്രാഞ്ചൈസിൽ ഒരു പൊടി ഇവരെ പരിശോധനയ്ക്ക് വരുമ്പോൾ ഒരു പൊടി കണ്ടാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റയെ കണ്ടാൽ മതി, അവൻ്റെ കാര്യം പോക്കായി. അതുപോലെ തന്നെ ഈ ഏതൊരു കാര്യത്തിനും ഈ എടുത്തിയാടി കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ റിസ്ക് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മലയാളിക്ക് പറ്റില്ല. അവർക്ക് ഈ ചെറിയ ജോലിയും നേഴ്സിങ് അല്ലെങ്കിൽ സർക്കാർ സർവീസ് ക്ലാർക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ജോലികളും ചെയ്ത് സ്വസ്ഥമായിട്ട് കഴിയുക, വൈകിട്ട് 2 സ്മോളും ഒക്കെ അടിച്ച് കിടന്നുറങ്ങുക, ഇതാണ് ഒരു സാധാരണ മലയാളിയുടെ കാര്യം. അങ്ങനെയുള്ളപ്പോൾ അവർ വലിയ പണക്കാരാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അവർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സാധാരണ രീതിയിൽ പോകുന്ന ആളുകളായിട്ട്, ഒരു ഇടത്തരക്കാരായിട്ട് അവർ കഴിഞ്ഞു പോകുന്നു. അപ്പം നാട്ടിൽ നിന്ന് നോക്കുന്നവരെല്ലാം അവർക്കതുണ്ട് ഇതുണ്ട്, അവർക്ക് അവരുടെ വീട്ടിൽ 4 കാറുണ്ട്, അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയും. അങ്ങനെയല്ല, ഇതൊന്നും വലിയ കാര്യങ്ങളോ വലിയ സംഭവങ്ങളോ ഒന്നുമല്ല. ഇവിടുത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുന്നവർക്ക്, അതും ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. അതിൽ അമിതമായിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ട് അവർ വലിയ പണക്കാരാണെന്ന് അർത്ഥവുമില്ല. പക്ഷേ നാട്ടിൽ വരുമ്പോൾ കുറച്ചേറെ പണം ചെലവഴിക്കാൻ നമുക്കുണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു മെച്ചമെന്ന് തോന്നുന്നു. അതിന് പുറമേ പണം ചെലവഴിക്കാനുണ്ടാവുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ചെലവഴിക്കാൻ നമുക്ക് മടിയില്ല എന്നുള്ളത്. ഇപ്പം നാട്ടിൽ നമ്മളെക്കാളും പണക്കാർ, ഇവിടെ ജീവിക്കുന്ന പലരേക്കാളും വലിയ പണക്കാരെ നമ്മളവിടെ കാണാറുണ്ട്. പക്ഷെ അവർ 10 പൈസ ചെലവഴിക്കില്ല. അത് എന്തോ നാട്ടിലെ ഒരു മനസ്ഥിതി നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ പ്രശ്നമാകും, ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളത്. അമേരിക്കയിലോ അല്ലെങ്കിൽ വിദേശത്തോ പോയി കഴിഞ്ഞാൽ പണം ചെലവഴിക്കാനുള്ളതാണ്, ചെലവഴിക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് മാത്രമല്ല അതിപ്പം നമുക്ക് പേടിയില്ല, നമുക്ക് പിന്നെയും ഉണ്ടാകും എന്നുള്ള ആ ഒരു ധൈര്യം. അത് പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇല്ല എന്ന് തോന്നുന്നു. അതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളവർ എല്ലാം സമ്പന്നരും അതുപോലെ തന്നെ ഇവിടെ വന്നാൽ ഉടനെ പണം കായ്ക്കുന്ന മരങ്ങളുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി, അത് ആണ് നമ്മുടെ നാട്ടിലെ ഈ വിദേശത്തോടുള്ള താല്പര്യം കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം.
പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ പണമൊക്കെ ഉണ്ടാക്കണ എത്രയോ വർഷത്തെ കഠിനാധ്വാനവും എത്രയോ വർഷത്തെ ത്യാഗങ്ങളും ഇതൊക്കെ കൂടെ കഴിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത്. ആദ്യകാലത്ത് നമ്മൾ വരുമ്പോൾ തന്നെ തിരിച്ചു പോകുന്ന കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ മിക്കവരും ആലോചിക്കുന്നത്. അപ്പം പിന്നീട് ഇവിടുത്തുകാരായി മാറുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഇതാണ് ഒരവസ്ഥ. പിന്നെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ വയസ്സുകാലത്ത് എവിടെയാണ് തുടരേണ്ടത് എന്നൊന്ന് ആലോചിക്കണമെന്ന്. കാരണം ധാരാളം പെൻഷനും ധാരാളം പൈസയും മിച്ചമുണ്ടെങ്കിൽ ഇവിടെ തന്നെ തുടരുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഇവിടെ നേഴ്സിംഗ് ഹോമിൽ, അതായത് നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഒന്നും പേടിക്കാനില്ല, ആരെയും പേടിക്കാനില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് സുഖമായിട്ടും ജീവിക്കാം. പക്ഷേ നമ്മളൊന്ന് വീണു പോകുന്ന ഒരവസ്ഥ, മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പം നമുക്ക് മക്കളെ ആശ്രയിക്കാനാവില്ല. കാരണം മക്കൾക്ക് നോക്കാനുള്ള സൗകര്യം കണ്ടുവന്ന് വരില്ല. കാരണം അവർ പല സ്ഥലങ്ങളിൽ അവരുടെ ജീവിത പ്രശ്നമായിട്ട് നടക്കുകയാണ്. അപ്പം നേഴ്സിംഗ് ഹോമിൽ പോകണമെങ്കിൽ വലിയ തുക വേണ്ടി വരും, അല്ലെങ്കിൽ അതിനേക്കാൾ സ്പെഷ്യൽ കെയർ വേണമെങ്കിൽ അതിനേക്കാൾ വലിയ തുകകൾ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ പലർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത്, പലർക്കും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നാട്ടിലൊരു പിടിയുള്ളത് എപ്പോഴും നല്ലതാണ്. അത്യാവശ്യം വേണ്ടി വന്നാൽ നമുക്ക് നാട്ടിലും പോയി താമസിക്കാം, അവിടെയും പോയി ജീവിക്കാം എന്നുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി വെക്കണം, മിച്ചം വെക്കണം എന്നൊരു നിർദ്ദേശം വെച്ചത്. എന്നല്ലാതെ ഒരു സാധാരണ നിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ നാട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി ബോധവാന്മാരായിരിക്കണം. അതുകൊണ്ടാണ് ഈ നാട്ടിലൊക്കെ എപ്പോഴെങ്കിലും പോകേണ്ടി വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ OCI കാർഡൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. OCI കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാം, പിന്നീട് വിസയൊന്നും വേണ്ട, എത്ര കാലം വേണേലും അവിടെ താമസിക്കാം. ഇവിടെ നിന്നുള്ള പെൻഷനും സോഷ്യൽ സെക്യൂരിറ്റിയും ഒക്കെ അവിടെ വന്നോളും, നമ്മുടെ അക്കൗണ്ടിൽ വന്നോളും, നമുക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം. പൗരന്മാരായിരിക്കുന്നവർക്ക് ലോകത്തിൽ എവിടെ വേണേലും പോയി താമസിക്കാം. ഇപ്പം ഗ്രീൻ കാർഡുകാർ മാത്രമേ ഉള്ളെങ്കിൽ 6 മാസത്തിൽ കൂടുതലൊക്കെ അവിടെ പോയി താമസിക്കുന്നത് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഗ്രീൻ കാർഡ് റദ്ദ് ചെയ്യാനൊക്കെയുള്ള കാരണമായി തീരും. അപ്പം പൗരത്വമുള്ളവർക്ക് ആ പ്രശ്നം ഉദിക്കുന്നില്ല. അവർ എവിടെ താമസിച്ചാലും അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ബോധവൽക്കരണം എന്നുള്ളതല്ലാതെ നമ്മളിതിനെപ്പറ്റി പേടിക്കണം എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ല. നമ്മളിതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം. ഇപ്പം നാളെ നമ്മൾ വീണു പോകുന്ന ഒരവസ്ഥ, കിടപ്പായി പോകുന്നു, 2 വർഷം അല്ലെങ്കിൽ 4 വർഷം കിടപ്പിലായി പോകുന്നു, അങ്ങനെയുള്ള ഒരവസ്ഥ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് അങ്ങനെ വരും? വളരെ ചുരുക്കമായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സംവിധാനം എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. അത് പ്രായമുള്ളവരൊന്ന് ആലോചിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്ത് അതിനെപ്പറ്റി ഒരു പേടിയോടെ കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അമേരിക്ക മോശമാണെന്ന് അർത്ഥവുമില്ല. അതുപോലെ തന്നെ നാട്ടിലുള്ളവർ അമേരിക്കയെ പറ്റിയുള്ള ധാരണകളും ഒന്ന് തിരുത്തുന്നത് നല്ലതാണ്. കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് ഒരാൾ എന്നോട് നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാം, സാറിനെ പോലെ ഈ ലക്ഷങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അപ്പം ലക്ഷങ്ങൾ നമ്മൾ കണ്ടിട്ട് തന്നെ ഇല്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ പറയുന്നത്, ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ധാരണകളും അബദ്ധധാരണകളും ഒക്കെ ഓരോരുത്തരുടെയും നാട്ടിലിരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഏറ്റവും നല്ലൊരു തമാശ കൂടി നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഷാജു ജോൺ എന്നാണെന്ന് തോന്നുന്നു, നമുക്ക് വേണ്ടി എഴുതുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് അവിടെ നാട്ടിൽ വെച്ച് ന്യൂ മെക്സിക്കോയിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി അദ്ദേഹത്തിന് വരാനായിട്ട്. അപ്പം ന്യൂ മെക്സിക്കോയിലേക്ക് പോകാൻ ആർക്കാണ് താല്പര്യക്കുന്നത്? മെക്സിക്കോയ്ക്കല്ല നമുക്ക് പോകേണ്ടത്, അമേരിക്കയ്ക്കാണല്ലോ പോകേണ്ടതെന്ന് പറഞ്ഞ് അത് നിരസിച്ചു. പിന്നീടാണ് മനസ്സിലാകുന്നത് ന്യൂ മെക്സിക്കോ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആണെന്ന്. അപ്പോൾ ഏതായാലും പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ വരെയുണ്ടായി, നമ്മൾക്ക് പല ലേഖനങ്ങളുമൊക്കെ എഴുതുകയും ചെയ്തതാണ്. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകും. അത് മുഴുവൻ ശരിയല്ല എന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.